ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ ഗീവർഗീസ് പള്ളിയിൽ അച്ഛനെ കൊണ്ട് റൂമൊക്കെ ശരിയാക്കിക്കൊണ്ട് വേദയ്ക്കും വിക്രത്തിനും താമസിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വേദയും വിക്രത്തിനെ ആ റൂമിലേക്കൊക്കെ കൊണ്ടുപോയി കാണിപ്പിക്കുന്നുണ്ട്. എന്തായാലും എന്നിട്ട് നമ്മുടെ വേദോടും വിക്രത്തിനോട് നമ്മുടെ ഗീവർഗീസ് പറയുന്നുണ്ട്, നിങ്ങളെ പറ്റി ഏകദേശം രൂപമൊക്കെ ഞങ്ങളുടെ സജീവ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള കാര്യം നിങ്ങളുടെയൊക്കെ ദൈവം നോക്കിക്കോളും, നിങ്ങളിവിടെ എത്തിച്ചത് ദൈവമാണെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ വിക്രം ഒരു ജോലിക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നാട്ടുകാരൊക്കെ പറയുന്നത്, നിങ്ങൾ എവിടെയോ കണ്ട ചായ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വിക്രമാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. വിക്രം പറയണ്ടേ, എന്നെ ഇവിടെ കാണാൻ വഴിയില്ല, ഞാൻ ഇവിടെ ആദ്യമായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ആരാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കടക്കാരൻ പറയുന്നത് ഗീവർഗീസ് കൊണ്ടുവന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വിക്രം അവിടെ ജോലിക്കൊക്കെ കയറുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ വിശ്വേട്ടൻ മാഷോടും കമലോടും പറയുന്നുണ്ട്, അച്ഛൻ നിങ്ങളെ പോലീസുകാർ വിളിപ്പിച്ചിട്ടുണ്ട്, അമ്മയെ കൂട്ടിയിട്ട് ചെല്ലാനാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കമല പേടിച്ചിട്ടാണ് ചെല്ലണത്. മാഷ് പറയേണ്ടത്, നീ പേടിക്കണ്ട, ഞാനില്ല, നീ എന്തിനാ അങ്ങനെ പേടിക്കണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും കമലോടും മാഷിനോടും പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ തന്നെ അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ സത്യം പറയില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ എന്തായാലും ഉള്ളിൽ കൊണ്ടുപോയിട്ട് കമലേനെ ഒന്ന് വിശദമായിട്ട് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കമലയെ മാത്രം ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും നമ്മുടെ വാസവൻ അവിടേക്ക് വരുന്നുണ്ട്. സുധാകര മാഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നത്. എന്തായാലും വാസവൻ വന്നിരിക്കുന്നത് നമ്മുടെ മാഷിനെയും കമലേനെയും രക്ഷിച്ച് കൊണ്ടുപോകാൻ തന്നെ ആയിരിക്കും. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.